ബഹുമാന്യരെ, പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, കഴിഞ്ഞ വർഷം ഡൽഹിയിൽ നടന്ന ഒരു സുപ്രധാന ചർച്ചാ സദസ്സിനെക്കുറിച്ചുള്ള മനോരമയുടെ പത്രവാർത്താ കട്ടിങ്ങാണ് ഇത്. അതിൻ്റെ പിന്നിൽ ഒരു ഓർമ്മ പുതുക്കൽ എന്ന പോലെ ഇതിൻ്റെ ആശയങ്ങൾ ഞാൻ പങ്കുവയ്ക്കുകയാണ്. കുടുംബം പുരോഗതിയുടെ ഉറവിടമാണ് എന്ന ഒരു ഓർമ്മപ്പെടുത്തൽ. കുടുംബ സംസ്കാരവും സാമൂഹ്യ പുരോഗതിയും എന്ന വിഷയത്തിൽ ഡോക്ടർ രാജൻ സ്കറിയ ഉദ്ഘാടനം ചെയ്ത ആ മഹത്തായ സംവാദം ഈ പ്രഭാതത്തിൽ നമ്മുടെ മനസ്സിലേക്ക് ചില ചോദ്യങ്ങൾ ഉയർത്തുന്നുണ്ട്. അത് പങ്കുവയ്ക്കാനാണ് ഞാൻ ഈ വോയിസ് ക്ലിപ്പ് നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുന്നത്. എൻ്റെ പേര് ജോർജ് നെടുമ്പാറ, ഡൽഹിയിൽ നിന്നാണ് സംസാരിക്കുന്നത്. എന്തുകൊണ്ടാണ് നമ്മൾ ഇപ്പോഴും കുടുംബത്തെക്കുറിച്ച് സംസാരിക്കുന്നത്? ഇപ്പോഴും കുടുംബത്തെക്കുറിച്ചല്ലേ സംസാരിക്കുന്നത്? അത്യന്താധുനികമായ ഈ ലോകത്ത് ടെക്നോളജിയുടെ വേഗതയിൽ നാം പറന്നുയരുമ്പോൾ ഒരു പുരാതന സ്ഥാപനമെന്ന് തോന്നിയേക്കാവുന്ന കുടുംബം എന്ന ചിന്തയ്ക്ക് എന്താണ് ഇത്ര പ്രസക്തി എന്നാണ് ഞാൻ ചോദിക്കുന്നത്. ഡോക്ടർ രാജൻ സ്കറിയ അന്ന് ഊന്നി പറഞ്ഞതുപോലെ കുടുംബം എന്നത് ഒരു ചുവര് കെട്ടി അടച്ചിടേണ്ട സ്ഥാപനമല്ല, ആണോ? അതൊരു ഊർജ കേന്ദ്രമാണ്. ഒരു സമൂഹത്തിൻ്റെ പുരോഗതിയുടെ അളവുകോലാണ്. അവിടുത്തെ കെട്ടിടങ്ങളോ സാമ്പത്തിക വളർച്ചയോ അല്ല നാം നോക്കുന്നത്, മറിച്ച് അവിടുത്തെ ഓരോ പൗരൻ്റെയും സ്വാഭാവിക മഹിമയും മൂല്യബോധവുമാണ്. ആ മൂല്യങ്ങൾ നമ്മളിൽ ആദ്യം കുത്തിവെക്കുന്നത് എവിടെ നിന്നാണ്? ആദ്യം കുത്തിവെക്കുന്ന കുടുംബമാണ്, യാതൊരു സംശയമില്ല. കുടുംബം വ്യക്തിയുടെ ആദ്യത്തെ യൂണിവേഴ്സിറ്റിയാണ്. നിഷേധിക്കാനാവുമോ? ഓരോ വ്യക്തിയും ആദ്യമായി പഠിക്കുന്ന പാഠശാലയാണ് കുടുംബം, ആണല്ലോ. അവിടെയാണ് നമ്മൾ സ്നേഹം എന്നെന്നും സഹാനുഭൂതി എന്താണെന്നും വിട്ടുവീഴ്ച ചെയ്യേണ്ടതിൻ്റെ പ്രാധാന്യം എന്താണെന്നൊക്കെ അറിയുന്നത്. ഇന്നത്തെ സമൂഹത്തിൽ നമ്മൾ നേരിടുന്ന പല വെല്ലുവിളികൾക്കും മാനസിക സംഘർഷങ്ങൾക്കും ബന്ധങ്ങളിലെ തകർച്ചകൾക്കും ഒരു പരിധിവരെ കാരണം എന്താ? കുടുംബ ബന്ധങ്ങളിലെ ഈ ഊഷ്മളത നഷ്ടപ്പെടുന്നതാണ്. ശരിയാണോ? നമ്മൾ ഒരുമിച്ച് ജീവിക്കുന്നുണ്ടാവാം, സമ്മതിച്ചു. പക്ഷെ ഒരുമിച്ച് സംസാരിക്കുന്നുണ്ടോ? ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുന്നുണ്ടോ? ഇല്ല. നമ്മുടെ കുട്ടികൾക്ക് മൊബൈലുകൾ നൽകുന്നതിനേക്കാൾ വലിയ സമ്മാനം എന്തെങ്കിലും ഉണ്ടോ? അവരോടൊപ്പം ചിലവഴിക്കുന്ന ഗുണമേന്മയുള്ള സമയമാണ്. നമ്മുടെ സംസ്കാരം പുരോഗതിയിലേക്ക് നീങ്ങേണ്ടതുണ്ട്. കുടുംബത്തിൽ നമ്മൾ വളർത്തുന്ന ഈ സംസ്കാരമാണ് പിന്നീട് സമൂഹത്തിലേക്ക് കൈമാറ്റം ചെയ്യപ്പെടുന്നത് എന്നതിൽ യാതൊരു സംശയവുമില്ല. വീട്ടിൽ മുതിർന്നവരെ ബഹുമാനിക്കാൻ പഠിക്കുന്ന കുട്ടി പുറത്ത് സഹപൗരന്മാരെ ബഹുമാനിക്കുന്നു, ഉണ്ടല്ലോ. വീട്ടിൽ സത്യം സംസാരിക്കുന്നയാൾ സമൂഹത്തിൽ നീതിക്ക് വേണ്ടി നിലകൊള്ളുന്നു. ഈ പുരോഗതി എന്നത് വെറും സാമ്പത്തികമായി മുന്നോട്ട് പോകുന്നതല്ല, അത് ധാർമ്മികമായി ഉയർച്ച തേടുന്നതാണ്. ഒരാൾക്ക് സുരക്ഷിതത്വവും സ്വതസിത്വവും അംഗീകാരവും ലഭിക്കുന്ന ഒരു സാമൂഹ്യ അന്തരീക്ഷമാണ് യഥാർത്ഥ പുരോഗതി എന്ന് പറയുന്നത്. നിങ്ങൾക്ക് എതിരഭിപ്രായം ഉണ്ടെങ്കിൽ പറയാം. അങ്ങനെയുള്ളൊരു അന്തരീക്ഷം സൃഷ്ടിക്കപ്പെടണമെങ്കിൽ അതിൻ്റെ അടിത്തറ എങ്ങനെയാവണം? ശക്തമായ കുടുംബ ബന്ധങ്ങളിലായിരിക്കണം എന്ന് പറയാനാണ് ഞാൻ ഈ പത്രക്കട്ടിങ് എങ്ങനെയോ എൻ്റെ മുമ്പിൽ ഇങ്ങനെ വന്നു. അപ്പോൾ ഞാനത് പ്രയോജനപ്പെടുത്തിയെന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ടൊരു ആഹ്വാനമുണ്ട്. കഴിഞ്ഞ വർഷം ഡൽഹിയിൽ നടന്ന ആ ചർച്ച ഒരു ഓർമ്മപ്പെടുത്തൽ മാത്രമാണ്. ആ ചർച്ചയിൽ പങ്കെടുത്ത ഓരോ വ്യക്തിയെയും, അത് ഉദ്ഘാടനം ചെയ്ത ഡോക്ടർ രാജൻ സ്കറിയെയും നമുക്ക് ഈ അവസരത്തിൽ നന്ദിയോടെ സ്നേഹത്തോടെ ഓർക്കാം. ഇന്ന് ഈ നിമിഷം മുതൽ നമുക്കൊരു പ്രതിജ്ഞ എടുക്കാം. എത്ര തിരക്കുണ്ടായാലും എത്ര വലിയ ലക്ഷ്യങ്ങൾ നമ്മെ കാത്തിരുന്നാലും നമ്മുടെ കുടുംബ ബന്ധങ്ങളെ ശക്തമായി നിലനിർത്താൻ നമുക്ക് സമയം കണ്ടെത്തണം. കാരണം നമ്മുടെ കുടുംബം സന്തോഷമായിരിക്കുമ്പോൾ മാത്രമേ നമുക്ക് ഈ ലോകത്തിന് വെളിച്ചം പകരാൻ സാധിക്കുകയുള്ളൂ എന്നതുകൊണ്ടാണ് കേട്ടോ ഞാനങ്ങനെ പറഞ്ഞത്. നമ്മുടെ കുട്ടികളാണ് നമ്മുടെ നാളത്തെ സമൂഹം. ആ സമൂഹത്തെ കരുണയും മൂല്യബോധമുള്ള ഒന്നാക്കി മാറ്റാൻ ഇന്ന് നമ്മുടെ വീടുകളിൽ നമ്മൾ നടത്തുന്ന ഓരോ ചെറിയ ശ്രമത്തിനും സാധിക്കട്ടെ എന്ന് പ്രത്യാശിച്ചുകൊണ്ട് നന്ദി, നമസ്കാരം.